വിരുദ്ധ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നു എന്നുള്ള വിഷയമാണ് ഇന്ന് നാം അല്പമായി ചിന്തിക്കുന്നത്. ലൈംഗികമായി മറുവിഭാഗത്തിൽപ്പെട്ടവരുടെ സംസർഗവും സ്നേഹബന്ധവും അഭിനന്ദനവും വാഞ്ചിക്കുവാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് നമ്മുടെ എല്ലാം സ്വഭാവത്തിൽ കുടികൊള്ളുന്നുണ്ട്. നമ്മുടെ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ഒരാളിൽ എന്നതിലധികം എതിർവിഭാഗത്തിൽപ്പെട്ട ഒരാളിൽ മതിപ്പുളവാക്കുവാനാണ് നമുക്ക് താല്പര്യം. നമ്മുടെ അതേ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നമ്മെ പുച്ഛിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതിലധികം നിരാശ എതിർവിഭാഗത്തിൽപ്പെട്ട ഒരാൾ നമ്മെ അവഗണിക്കുന്ന പക്ഷം നമുക്കുണ്ടാകും. ഈ വിധ മനോഭാവം ഒന്നും തന്നിലില്ല എന്ന് പറയുന്ന ഒരുവൻ ഒന്നുകിൽ സ്വവർഗരതിയുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ അയാൾ വ്യാജമായിരിക്കും പറയുന്നത്. സാധാരണക്കാരായ എല്ലാ മനുഷ്യ വ്യക്തികളിലും ലൈംഗികമായി എതിർ വിഭാഗത്തിൽപ്പെടുന്നവരോട് വ്യത്യസ്തമായ ഒരു മനോഭാവം യൗവനാരംഭത്തിൽ തന്നെ ആരംഭിക്കുന്നു. ആൺകുട്ടികളിൽ ഇത് 14 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കും, പെൺകുട്ടികളിൽ 12നും 14നും ഇടയ്ക്കും ആയിരിക്കും. ആ പ്രായത്തിന് മുമ്പ് ആൺകുട്ടികൾ ആൺകുട്ടികളോടൊപ്പവും പെൺകുട്ടികൾ പെൺകുട്ടികളോടൊപ്പവും തന്നെ ഇടപഴകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ യൗവനാരംഭത്തോടെ എതിർ വിഭാഗത്തിൽപ്പെട്ടവരോടുള്ള ഒരാകർഷണം ആരംഭിക്കുന്നു. ഈ വസ്തുത സമ്മതിക്കുവാൻ ഇരു വിഭാഗക്കാരും ഒരു വേള മടി കാണിച്ചെന്നു വരാം. ഈ ആകർഷണം ചിലപ്പോൾ തൻ്റെ വേഷവിധാനം, രൂപഭംഗി എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലോ എതിർ വിഭാഗത്തിൽപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ കൂടുതൽ സൗമനസ്യം കാണിക്കുന്ന മനോഭാവത്തിലോ മാത്രമായിരിക്കാം പ്രദർശിക്കപ്പെടുന്നത്. പക്ഷേ ഈ ആകർഷണം സ്വാഭാവികവും അനിവാര്യവുമാണ്. അതിൽ പാപകരമായ ഒന്നും ഇല്ലതാനും. ദൈവം തന്നെ നമ്മെ ഈ വിധത്തിൽ സൃഷ്ടിച്ചിരിക്കാൻ ലൈംഗികമായി എതിർ വിഭാഗത്തിൽപ്പെട്ടവരോട് സ്വാഭാവികമായ സ്നേഹഭാവം കാണിക്കുവാൻ അവിടുന്ന് നമ്മെപ്പറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. സുഹൃത്ത് ബന്ധത്തിനു വേണ്ടിയുള്ള ഇത്തരം അഭിലാഷത്തെ അസ്വാഭാവികമായ വിധം നാം അടിച്ചമർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത്തരം ആഗ്രഹങ്ങൾ അനിയന്ത്രിതമായോ അതിർ കടന്നതായോ തീരാതെ നമ്മെ തന്നെ ശിക്ഷണ വിധേയമാക്കണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ലൈംഗികമായി എതിർ വിഭാഗത്തിൽപ്പെട്ടവരോട് ആവശ്യത്തിലധികം സുഹൃത്ത് ബന്ധം പുലർത്തുന്നത് തീർച്ചയായും ആപത്കരമാണ്. വിശേഷിച്ച് അത്തരം സുഹൃത്ത് ബന്ധം ഒരു വ്യക്തിയോട് മാത്രം പുലർത്തുമ്പോൾ ഈ ആപൽ സാധ്യത വർദ്ധിക്കുന്നു. എന്നാൽ ഇതിനു നേർ വിപരീതമായ ഒരു ആത്യന്തിക മനോഭാവത്തിലേക്ക് കടന്ന് അവരുമായുള്ള സമ്പർക്കം നിശേഷം വെടിയുന്നുവെങ്കിൽ അതും ഇതുപോലെ തന്നെ ആപത്കരമാണ്. അതിഭക്തരെന്ന് സ്വയം കരുതി ലൈംഗികമായി എതിർ ചേരിയിൽപ്പെട്ടവരോട് സംഭാഷണത്തിൽ പോലും ഏർപ്പെടാത്ത ആളുകളുണ്ട്. പക്ഷേ ഇത് അവരുടെ ആത്മീയത്വത്തിൻ്റെ അല്ല, പിന്നെയോ അസ്വാഭാവികത്വത്തിൻ്റെ ലക്ഷണമാണ്. ലൈംഗികമായി എതിർ വിഭാഗത്തിൽപ്പെട്ടവരോട് സുഹൃത്ത് ബന്ധം പുലർത്തുന്നത് അനാത്മീയമാണെന്ന ചിന്താഗതി വാസ്തവത്തിൽ അവിവാഹിത ജീവിതം ദാമ്പത്യ ജീവിതത്തേക്കാൾ കൂടുതൽ പരിശുദ്ധമാണെന്ന് കരുതുന്ന അതേ തത്വശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇപ്രകാരമുള്ള വേദവിരുദ്ധമായ ഉപദേശം രഹസ്യപാപങ്ങളിലേക്ക് മാത്രം വഴിതെളിക്കുന്നതാണ്. മതസംഘടനകളുമായി ബന്ധപ്പെട്ട അവിവാഹിതരിൽ ഒട്ടധികം പേരും അസാൻമാർഗിക പന്ഥാവിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് ഈ വസ്തുതയ്ക്ക് തെളിവായി കരുതാം. സ്വാഭാവികമായ വിധത്തിൽ സ്ത്രീ പുരുഷ വിഭാഗങ്ങളിൽ ഇരു കൂട്ടത്തിലും പെട്ട ആളുകളോട് ഇടപഴകി ജീവിക്കുന്നവരെക്കാൾ അധികം ഒരു വിഭാഗത്തോട് മാത്രം ഇടപെടുന്നവരുടെ മനസ്സുകൾ കൂടുതൽ ദോഷപങ്കുലമായി കാണപ്പെടുന്നതും ഈ സത്യത്തെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ലൈംഗികമായി എതിർ ചേരിയിൽപ്പെട്ടവരോടുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതല്ല. കാരണം അത് ഒരുവനെ മറുവശത്തുള്ള ഒരത്യന്തിക മനോഭാവത്തിലേക്ക്, അതായത് ദുർവൃത്ത ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. ഡോക്ടർ ഹെർബർട്ട് ഗ്രേ പുരുഷന്മാരും സ്ത്രീകളും ദൈവവും എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: വിവാഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ തന്നെയും പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ സഹിത്വത്തോടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഏറ്റവും സന്തോഷകരവും ശ്രേയസ്കരവുമാണ്. അത്യധികം പ്രചോദനവും ഉന്മേഷവും നൽകുന്ന ഒന്നാണത്. മനുഷ്യവർഗത്തെ ഈ വിധത്തിൽ 2 വിഭാഗങ്ങളായി തിരിച്ച വ്യവസ്ഥിതി ദൈവത്തിൻ്റെ ചിന്തയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഘടകമാണെന്ന് ആദരപൂർവ്വം നമുക്ക് പറയുവാൻ കഴിയും. വ്യക്തമായ അപൂർവം ചില വ്യത്യസ്തതകൾ ഒഴിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീ പുരുഷന്മാർ പരസ്പര പൂരക ഘടകങ്ങളായി പ്രവർത്തിക്കുകയും അന്യോന്യം പ്രചോദനം നൽകുകയും ചെയ്യുന്നു. വേറെ ഏതെങ്കിലും മാർഗത്തിൽ സാധിക്കുമായിരുന്നതിലധികം ഈ വിധ സഹിത്വം ജീവിതത്തെ ഉദാത്തമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. സുഹൃത്ത് ബന്ധങ്ങൾ, അതേപ്പറ്റി നമുക്ക് ചിന്തിക്കാം. യുവാക്കന്മാർ യുവതികളോട് പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെ പെരുമാറണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. 1 തിമോത്തിയോസ് 5:2.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം സഹോദരിയോട് മറ്റു പുരുഷന്മാർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിലാണ് നിങ്ങൾ ആ പെൺകുട്ടിയോട് പെരുമാറേണ്ടത്. ഇത് എല്ലാ കാലത്തും പിന്തുടരേണ്ട ഏറ്റവും സുരക്ഷിതമായ നിയമമത്രേ. സ്ത്രീകളും പുരുഷന്മാരും അന്യോന്യം ആദരവോടും ബഹുമാനത്തോടും അതുപോലെ തന്നെ അടക്കത്തോടും നിയന്ത്രണത്തോടും കൂടി പെരുമാറണം. മറുവിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുമായി ആവശ്യത്തിലധികം വ്യക്തിബന്ധമോ ജിജ്ഞാസയോ നാം കാട്ടരുത്. മര്യാദ രഹിതമായോ ലാഘവ ബുദ്ധിയോടെയോ പെരുമാറുകയും അരുത്. കുറച്ചൊരു ഗൗരവ ബുദ്ധിയോ കുറഞ്ഞപക്ഷം സമചിത്തതയെങ്കിലുമോ പുലർത്തുന്നത് എപ്പോഴും ബുദ്ധിപൂർവമായിരിക്കും. ഇത് നർമ്മബോധത്തിനുള്ള സ്ഥാനം അപഹരിക്കുന്നില്ല. എങ്കിലും മറ്റ് അവസരങ്ങളെക്കാളധികം മറുവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അതിരുകടന്ന ലാഘവ ബുദ്ധി വന്നുപോകുമാറ് നാം പരീക്ഷിക്കപ്പെടുവാൻ ഇടയുണ്ടെന്നും അത് ആപത്കരമായി തീരാമെന്നുമുള്ള കാര്യം നാം ഓർത്തിരിക്കണം. യുവതി യുവാക്കന്മാർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം വളരെ വേഗത്തിലും മുന്നറിയിപ്പ് കൂടാതെയും വളർന്നു വരുന്നതാണ്. കാരണം ഒരു യുവാവ് തൻ്റെ കഴിവുകളെയും യുവതി തൻ്റെ ആകർഷകത്വത്തെയും പ്രദർശിപ്പിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കും. അത് സഹജ സ്വഭാവമാണ്. ഗൂഢോദ്ദേശ്യങ്ങളോടെ സുഹൃത്ത് ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവർ പലരുണ്ട്. അതിനാൽ ഒരു വ്യക്തി കരുതലയോടെ ഇരുന്നേ മതിയാവും. ഒരു ക്രിസ്തീയ യുവാവ് ഒരിക്കലും ഒരു യുവതിയുടെ ദൗർബല്യം ചൂഷണം ചെയ്തുകൊണ്ട് താൻ വാസ്തവത്തിൽ മറ്റേ വ്യക്തിയിൽ തൽപരനല്ലാതിരിക്കെ തൽപരനാണെന്ന് ധരിപ്പിക്കുമാറ് പെരുമാറരുത്. ഒരു പ്രത്യേക അർത്ഥവും ഉദ്ദേശിക്കാത്തിടത്ത് അർത്ഥം ഊഹിച്ചെടുക്കുന്ന സ്വഭാവവുമുള്ളവരാണ് പെൺകുട്ടികൾ. എല്ലാ യുവാക്കന്മാരും ഈ കാര്യം ഓർത്തിരിക്കണം. അതിനാൽ അവർ ഒരിക്കലും ഒരു യുവതിക്ക് കത്തെഴുതുകയോ പ്രത്യേക ക്ഷണമോ പാരിതോഷികമോ നൽകുകയോ ചെയ്യരുത്. കാരണം ഇത്തരം പ്രവൃത്തികളുടെ ഉദ്ദേശ്യം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുവാൻ ഇടയുണ്ട്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള കത്തുകൾ പോലും എഴുതുവാൻ പാടില്ല. അതുപോലെ മറുവിഭാഗത്തിൽപ്പെട്ട ഒരു അവിവാഹിത വ്യക്തിയെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ പോലും ഉപദേശത്തിനോ സഹായത്തിനോ വേണ്ടി സമീപിക്കുകയും അരുത്. ഇത്രയും പറഞ്ഞതുകൊണ്ട് എതിർചേരിയിൽപ്പെട്ട ഒരു വ്യക്തിയെ നമ്മുടെ ജീവിത പങ്കാളിയായി തീരുവാൻ സാധ്യതയുള്ള ഒരാളായി പരിഗണിക്കരുതെന്ന് അർത്ഥമാകുന്നില്ല. എങ്കിലും വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഒരു വിശ്വാസി എതിർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി മറ്റാരോടുമില്ലാത്ത തരത്തിലുള്ള ഒരു സുഹൃത്ത് ബന്ധം പുലർത്തുന്നത് തീർച്ചയായും ബുദ്ധിഹീനമായിരിക്കും. ഒരു വിദ്യാർത്ഥി അഥവാ വിദ്യാർത്ഥിനി തൻ്റെ വികാരങ്ങളെ നിഷ്ക്രിയമാക്കി വെച്ചുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. ഒരു യുവാവ് തൻ്റെ പഠനം പൂർത്തിയാകുന്നതുവരെ, എത്രയായാലും 25 വയസ്സാകുന്നതുവരെയെങ്കിലും സാധാരണഗതിയിൽ വിവാഹത്തെപ്പറ്റി ചിന്തിക്കരുത്. അതുപോലെ ഒരു പെൺകുട്ടി തനിക്ക് 20 വയസ്സാകുന്നതുവരെ ഈ കാര്യം പരിഗണിക്കരുത്. ആ പ്രായം വരെ അവർ കലവറ കൂടാതെ യാതൊരു അന്യചിന്തയുമന്യേ തങ്ങളുടെ മിച്ച സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കണം. വിവാഹം അതിനോടൊപ്പം തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ചുമതലകൾ വരുത്തിവെക്കുന്നു. വിവാഹത്തിന് ശേഷം ഒരുവന് അതിനു മുമ്പുള്ള കാലത്തെ പോലെ, അതായത് സമയത്തിൻ്റെ കാര്യത്തിൽ കർത്തൃ ശുശ്രൂഷ ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടി പരക്കം പാഞ്ഞുള്ള അന്വേഷണവും മറുവിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുമായി അതിരുകവിഞ്ഞ സുഹൃത്ത് ബന്ധങ്ങളും വിവാഹ ജീവിതത്തേക്കാൾ അധികം സമയനഷ്ടം വരുത്തിവയ്ക്കാവുന്നവയാണ്. വിവാഹത്തെ അഥവാ മുൻപറഞ്ഞ വിധം താമസിപ്പിക്കേണ്ടതിൻ്റെ മറ്റൊരു കാരണം യുവജനങ്ങൾക്ക് മാനസികവും വൈകാരികവുമായ പരിപക്വത കൈവരണം എന്നുള്ളതാണ്. ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ഈ പരിപക്വത പ്രായം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. തുടർന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതാണ്. അതിനാൽ യുവാക്കന്മാർക്ക് യുവതികളുമായോ മറിച്ചോ ഉള്ള സുഹൃത്ത് ബന്ധം കുറഞ്ഞപക്ഷം വിവാഹത്തെപ്പറ്റി പരിഗണിക്കുന്ന സമയം വരെയെങ്കിലും ആവശ്യത്തിലധികം അടുപ്പമുള്ളതായിരിക്കരുത്. യുവാക്കന്മാരും യുവതികളും, വിശേഷിച്ച് ആദ്യത്തെ കൂട്ടർ, തങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തിൽ നേരും നീതിനിഷ്ഠയും പുലർത്തുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇരു കൂട്ടരിലും എല്ലായ്പ്പോഴും പൂർണ്ണമായ സത്യസന്ധതയും ഉദ്ദേശശുദ്ധിയും ഉണ്ടായിരിക്കണം. ഈ പ്രമാണം പാലിക്കാതിരിക്കുക കാരണം അനേകം പേർക്ക് വൈകാരികമായ തകർച്ചയും നൈരാശ്യവും ഉണ്ടാകുവാനിടയുണ്ട്. പലപ്പോഴും പഠനരംഗത്ത് പരാജയമുണ്ടാകുവാനും ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുവാനും അത് വഴിതെളിച്ചിട്ടുമുണ്ട്. പുരുഷന് പലപ്പോഴും മുൻകൈയെടുക്കുവാനുള്ള കഴിവാണുള്ളതെങ്കിൽ സ്ത്രീക്ക് ആകർഷിക്കുവാനുള്ള ശക്തിയായിരിക്കും ഉള്ളത്. അതിനാൽ ഇരു കൂട്ടരും സൂക്ഷിക്കേണ്ടത് ആവശ്യം. ഒരു പെൺകുട്ടിയുമായി ആവശ്യത്തിലധികം സ്വതന്ത്രമായി ഇടപെടുക അഥവാ വിവാഹം കഴിക്കുവാൻ വാസ്തവത്തിൽ ഉദ്ദേശമില്ലാതിരിക്കെ അപ്രകാരം ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ പെരുമാറുക, ഈ വക കാര്യങ്ങളിലൂടെ ഒരു യുവാവിന് ഒരു പെൺകുട്ടിയുടെ വിവാഹ സാധ്യതകളെ നശിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒരു യുവാവിന് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് തൻ്റെ ഭാവിക്കോ സ്വഭാവനിഷ്ഠയ്ക്കോ വലിയ തകരാറ് വരാത്ത വിധത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കും. എന്നാൽ ഒരു പെൺകുട്ടിയാകട്ടെ താൻ സ്വയം ഒരു തെറ്റ് ചെയ്യാതെ തന്നെ
അന്നു മുതൽ സംശയദൃഷ്ടിയോടെയും തരം താഴ്ത്തൽ മനോഭാവത്തോടെയും വീക്ഷിക്കപ്പെടും. അതിനാൽ അത്തരം പെരുമാറ്റം ഒരു ക്രിസ്തീയ യുവാവിന് ഒരിക്കലും ചേരാത്തതാണ്. മുൻകൈയെടുക്കുവാനുള്ള കഴിവ് പുരുഷനുള്ളതാകിയാൽ അത്തരം ഒരു ആപത്ത് ഒഴിവാക്കുവാനുള്ള ഉത്തരവാദിത്വവും അവനുള്ളതാണ്. മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ നാം ഒരിക്കലും പന്താടുവാൻ പാടില്ല. അപ്രകാരം ചെയ്യുന്നവരെ ദൈവം കർശനമായി തന്നെ വിധിക്കും. ഒരു യുവാവിന് അഥവാ യുവതിക്ക് ചിലപ്പോൾ എതിർഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് രഹസ്യമായ ഒരടുപ്പമുണ്ടായെന്നും അത് അയാൾ മറ്റാർക്കും വെളിപ്പെടുത്താതെ ഇരുന്നെന്നും അത്തരമൊരു അടുപ്പം നിഗൂഢമായിരിക്കെ തന്നെ വളർന്നുകൊണ്ടിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഒടുവിൽ തൻ്റെ സ്നേഹപാത്രമായ വ്യക്തി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതോടെ അവന് അല്ലെങ്കിൽ അവൾക്ക് നൈരാശ്യവും മനസ്സിടിവും ഉണ്ടാകുവാൻ കാരണമായി തീരും. അത്തരം സാഹചര്യങ്ങളിൽ കഴിവതും നേരത്തെ നിങ്ങളുടെ ചിന്തകൾ വിവാഹം കഴിഞ്ഞ ഒരു മുതിർന്ന വിശ്വാസിയുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ് ഉപദേശവും സഹായവും തേടുന്നത് ഏറ്റവും ബുദ്ധിപൂർവമായ നടപടിയായിരിക്കും. ഡേറ്റിങ്ങും പെറ്റിങ്ങും സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. ഡേറ്റിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൺകുട്ടിയും പെൺകുട്ടിയും സ്വകാര്യമായി സമ്മേളിച്ച് ഒരുമിച്ച് സഞ്ചരിക്കുക എന്നതാണ്. പെറ്റിങ്ങിന് വിവക്ഷിക്കുന്ന അർത്ഥം ലൈംഗികവേഴ്ച കൂടാതെയുള്ള ശാരീരിക സമ്പർക്കവുമാണ്. ഇന്ത്യയിൽ ഒരു വിശ്വാസി തൻ്റെ സാക്ഷ്യം നിലനിർത്തുകയും ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ പോലും മറുവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി ഡേറ്റിംഗ് നടത്തുവാൻ പാടുള്ളതല്ല എന്ന കാര്യം നിസ്സംശയം ഉറപ്പിച്ച് പറയാവുന്നതാണ്. അതുപോലെ തന്നെ എതിർവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി തനിച്ച് ഏതെങ്കിലും സ്ഥലത്തേക്ക് സഞ്ചരിക്കുക എന്നതും കഴിവുള്ളിടത്തോളം വർജിക്കേണ്ട കാര്യമാണ്. വിശേഷ്യ സന്ധ്യയ്ക്ക് ശേഷമുള്ള സമയത്ത് ഇന്ത്യൻ സംസ്കാരവുമായി പരിചയമുള്ള ഏതൊരു വ്യക്തിക്കും ഇതിൻ്റെ കാരണം മനസ്സിലാക്കുവാൻ കഴിയും. അപവാദത്തിന് ഇട കൊടുക്കുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾ കരുതലുള്ളവരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്രിസ്തു തങ്ങളെ ചുറ്റുമുള്ളവരുടെ പാരമ്പര്യത്തിൽ നിന്നും സംസ്കാര വിശേഷങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കിയിരിക്കുന്നുവെന്ന് ചിലർ പറഞ്ഞേക്കാം. വാസ്തവം തന്നെ. എന്നാൽ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിട്ടുള്ളത് ദൈവവചനം അനുസരിക്കുവാൻ വേണ്ടിയാണെന്നും ബൈബിൾ ഒരുത്തരെയും ഡേറ്റിംഗ് നടത്തുവാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഓർത്തുകൊള്ളുക. ആ വിഷയത്തെപ്പറ്റി ദൈവവചനം തികഞ്ഞ മൗനം അവലംബിക്കുന്നു. ദൈവവചനവും മാനുഷിക പാരമ്പര്യവും തമ്മിൽ വൈരുദ്ധ്യം കാണുന്നിടത്ത് നാം ദൈവവചനത്തെ അനുസരിക്കണം. എന്നാൽ മറ്റെല്ലാ രംഗങ്ങളിലും സ്വാതന്ത്ര്യം നമ്മുടെ അധമ സ്വഭാവത്തെ പിന്തുടരുന്നതിനുള്ള അവസരമായി തീരുന്നില്ല എന്ന് നാം ഉറപ്പായി കരുതിക്കൊള്ളണം. ഗലാത്യർ 5:13. അത്തരം സാഹചര്യങ്ങളിൽ റോമർ 14:16 കൊടുത്തിട്ടുള്ള പ്രമാണമാണ് നമ്മെ ഭരിക്കേണ്ടത്. ആ വാക്യം ഇങ്ങനെ നമുക്ക് വിവർത്തനം ചെയ്യാം: നിങ്ങൾ ചെയ്യുന്നത് ശരിയെന്ന് നിങ്ങൾക്കറിവുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്കെതിരായി ദോഷാരോപണത്തിനിടയാക്കുന്നതൊന്നും ചെയ്യരുത്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള പല സുഹൃത്ത് ബന്ധങ്ങളും അല്പകാലത്തിന് ശേഷം തകർന്നു പോകാറുണ്ട്. പരിലാളനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി ഒരു വേശ്യയിൽ നിന്ന് വളരെ വ്യത്യസ്തയല്ലാതെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. തന്മൂലം തൻ്റെ യുവ സ്നേഹിതൻ ശാരീരിക ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ യുവതി അതിന് ബ്രേക്ക് ഇടുവാൻ നിഷ്കർഷിക്കേണ്ടത് ആവശ്യമത്രേ. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇത്രയും വ്യക്തമാകുന്നു: ഡേറ്റിംഗ് പരിലാളനത്തിന് വഴിയൊരുക്കുകയും പരിലാളനം അനേകം പ്രശ്നങ്ങൾക്കിട നൽകുകയും ചെയ്യുന്നു. അതിനാൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഡേറ്റിംഗ് തന്നെ വർജിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇതിൽ ഏർപ്പെടുന്നുണ്ടാകാം, പക്ഷേ അവരുടെ മാതൃകയല്ല നമ്മെ ഭരിക്കേണ്ടത്. അവരോട് നാം അസൂയപ്പെടേണ്ട ആവശ്യവുമില്ല. കാരണം ഒടുവിൽ അവർ ഖേദചിന്തയ്ക്കും നിരാശാബോധത്തിനും ഇരയായി തീരുന്നു. നിങ്ങൾ ദൈവത്തെ ആദരിക്കുകയും അവിടുത്തെ വചനത്തിൽ എഴുതിയിട്ടുള്ള പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഖേദചിന്തയ്ക്കിട നൽകാത്ത ഒരു ജീവിതവും നിത്യതയും തീർച്ചയായും ലഭിക്കും.